പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇപ്പോഴും നീതിക്കായി പോരാട്ടം തുടരുകയാണ്. കുടുംബം കുറ്റപത്രത്തിലെ വീഴ്ചകൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഓർമ്മ ദിവസത്തിൽ? വിനീത, കഴിഞ്ഞ ഒരു വർഷമായി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആ ഒരു നിയമ പോരാട്ടം നാം കാണുന്നതാണ്. ഇന്നിപ്പോൾ ഒരു വർഷം തികഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഈ ദിനം ഓർക്കുന്നത് എന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വിഷമത്തോടെ പ്രതികരിച്ചത്. തന്നെ പിന്തുണച്ചവർക്കെല്ലാം അവർ നന്ദിയും പറഞ്ഞു. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില കേസുകൾ കൂടി ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിയമപോരാട്ടം ഈ കുടുംബം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഉടൻ തന്നെ 1-2 കേസുകൾ കൂടി കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ അവർ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതിന്മേലുള്ള വാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. അവർ ചില പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നു. 13 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണം നടത്തണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.